അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഈ ചാനലിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയ ഒരു സാധനത്തിൻ്റെ ഒരു വീഡിയോ ആണ്. കുറേ കാലം കഴിഞ്ഞിട്ട് ഒരു ക്യാമറ വാങ്ങിച്ചു, ഒരു 360 ക്യാമറ വാങ്ങിച്ചു. Insta360 X3 എന്നാണ് അതിനെ പറയുന്നത്. ഇതൊരു റെക്റ്റാങ്കിൾ ഷേപ്പിലായിരിക്കുന്നത്. ഇതിലേക്ക് രണ്ട് സൈഡും ലെൻസ് ഉണ്ട്, ക്യാമറയുടെ ലെൻസ്. അപ്പോൾ നമുക്കൊരു 360 ആംഗിൾ കിട്ടും. അതൊരു നല്ല അടിപൊളി ഫീച്ചറായിട്ടാണ് എനിക്ക് തോന്നിയത്. ആ പെർസ്പെക്റ്റീവ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത് ഭയങ്കര ഒരു രസമാണ്. അതും എവിടെയെങ്കിലുമൊക്കെ വെച്ചാൽ മതി. എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏത് ആംഗിൾ വേണോ ആ ആംഗിളിലോട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ Insta360നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് 3rd മോഡലാണ്. ഇതിൻ്റെ മുമ്പത്തെ മോഡലിൽ ഒരു ചെറിയൊരു റൗണ്ട് സ്ക്രീൻ അവർ കൊടുത്തായിരുന്നു. 3rഡിലാണ് ഒരു പ്രോപ്പർ ഒരു സ്ക്രീൻ കൊടുത്തത്. പിന്നെ ഇതിൻ്റെ അടുത്ത മോഡൽസിനൊക്കെ ലുക്സ് ഓൾമോസ്റ്റ് സെയിം ആണ്, പക്ഷേ ഇതിനെക്കാട്ടിലും കുറച്ചുകൂടെ ഫീച്ചേഴ്സും കാര്യങ്ങളും വ്യത്യാസമുണ്ട്. ഇപ്പോൾ X5 വരെ വന്ന നിപ്പുണ്ട്. നമ്മളടുത്തുള്ളത് X3 ആണ്. ഇപ്പോൾ വന്ന പുതിയതിൻ്റെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് നൈറ്റ് നല്ല വീഡിയോ എടുക്കാൻ പറ്റുമെന്നാണ്. ഇത് നൈറ്റ് ആവുമ്പോഴേക്കും അത്ര നല്ലതല്ല. നൈറ്റ് പുറത്തു പോയാലും ഫോണിലെ ക്യാമറ ഇതിനെക്കാട്ടിലും ബെറ്റർ ആയിരിക്കും നൈറ്റ് സിറ്റുവേഷനിൽ. അപ്പോൾ പിന്നെ ഫോണിലെ ക്യാമറ വെച്ചിട്ട് തന്നെ അങ്ങ് എടുക്കും. അപ്പോൾ ഇതൊരു ആക്ഷൻ ക്യാമറ പോലെയാണ്, നമുക്ക് എവിടെ വേണം മൗണ്ട് ചെയ്യാം. ഇത് വെറും 360 മാത്രമല്ല, ഇതിൻ്റെ അകത്ത് തന്നെ മോഡൊക്കെ ഉണ്ട്. 360 മോഡാണെങ്കിൽ അങ്ങനെ ആക്കാം. 360ൽ HDR മോഡുണ്ട്. ഈ ഡൈനാമിക് റേഞ്ച് കുറച്ചുകൂടി നന്നായിട്ടിരിക്കുമെന്ന് പറയും. അതായത് ഡാർക്കായിട്ടുള്ള റീജിയണും നല്ല വൈറ്റായിട്ട് ബ്രൈറ്റ് ആയിട്ടുള്ള റീജിയണും തമ്മിലൊരു ഒരുവിധം ഒന്ന് ബാലൻസ് ആയി തരും. അതാണ് ഈ HDR മോഡ്. അങ്ങനെ പക്ഷേ ആ മോഡ് ഇട്ട് കഴിഞ്ഞാൽ അത് നല്ല ചൂടാവും, കാരണം അത്രയും പ്രോസസ്സ് ചെയ്യാണ്. അതുകൊണ്ട് അങ്ങനെ പിന്നെ സിംഗിൾ ലെൻസ് മോഡുണ്ട്. അതായത് നമ്മൾ നോർമൽ ആക്ഷൻ ക്യാമറ യൂസ് ചെയ്യുന്ന പോലെ നമുക്ക് മൗണ്ട് ചെയ്തിട്ട് ആ ലെൻസ് ഫേസ് ചെയ്യുന്ന ഒരു സൈഡ് മാത്രം അത് വീഡിയോ എടുക്കും. അങ്ങനെ പിന്നെ ഫോട്ടോ മോഡുണ്ട്, 360 ഫോട്ടോ എടുക്കാൻ പറ്റും. അങ്ങനെ നല്ലൊരു സംഭവമാണ്. ഇതിൽ ഈ എയുടെ ചിപ്പ് അങ്ങനെ ഒന്നും വെച്ചിട്ടില്ല. പ്രോസസ്സർ കുറച്ച് പഴയതാണ്. അപ്പോൾ നമ്മൾ ഓരോന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും കുറച്ച് സമയം എടുക്കും. ഇപ്പോൾ റെക്കോർഡ് പ്രസ് ചെയ്ത ഒരു 4 സെക്കൻഡ് 5 സെക്കൻഡ് കഴിഞ്ഞിട്ട് അത് റെക്കോർഡ് ആവത്തുള്ളൂ. പിന്നെ വേറൊരു സംഭവം 360 എന്ന് പറയുമ്പം 2 സൈഡിൽ വീഡിയോ എടുക്കാം. 360 ഡിഗ്രി വീഡിയോ. അതിൻ്റെ ഒരു ഫയൽ സൈസ് അത്യാവശ്യം നല്ല കൂടുതലായിരിക്കും. അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കുക. സിംഗിൾ സൈഡ് ആണെങ്കിൽ അത്ര ഫയൽ സൈസ് വരത്തില്ല. 360 മോഡിൽ കുറേ നേരം എടുക്കുകയാണെങ്കിൽ നല്ല ചൂടാവും. അപ്പോൾ അതും ഒന്ന് സൂക്ഷിക്കുക. ആവശ്യമുള്ളപ്പോൾ മാത്രം 360 വീഡിയോ എടുക്കുക. പിന്നെ ഇതിൻ്റെ വേറൊരു സംഭവം എന്ന് പറയുന്നത്, നമുക്ക് എഡിറ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് ഈ ഫയൽസിനെ കമ്പ്യൂട്ടറിലിട്ടിട്ട് ഇതിൻ്റെ 360യുടെ സ്റ്റുഡിയോ ആപ്പുണ്ട്. ആ ആപ്പിൽ ഓപ്പൺ ചെയ്തിട്ട് അതിൽ നമുക്ക് കുറച്ച് കളറാണെങ്കിൽ കളറ് കൂട്ടാം. മോഷൻ ബ്ലർ വേണമെങ്കിൽ കുറച്ചുകൂടെ മോഷൻ ബ്ലറൊക്കെ ആഡ് ചെയ്യാം. ചില മോഡുണ്ട്, ഈ ടൈനി പ്ലാനറ്റ്, പിന്നെ അൾട്രാ വൈഡ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അതനുസരിച്ചിട്ട് സെറ്റാവും. അത് ഓരോ കീ ഫ്രെയിം സെറ്റ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും. നല്ലൊരു ഫീച്ചറാണ്. വേറൊരു പെർസ്പെക്റ്റീവിൽ നമ്മൾ വീഡിയോ കാണുന്ന പോലെ ഇരിക്കും. വലിയൊരു നെഗറ്റീവ് ഉള്ളത്, 2 സൈഡും പ്രൊജക്റ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത് അതിൻ്റെ ലെൻസ്. അപ്പോൾ ഈ സാധനം സ്ക്രാച്ച് ആവുകയാണെങ്കിൽ പണി കിട്ടും. അതായത് അത്യാവശ്യം സ്ക്രാച്ച് ആണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ നല്ല സ്ക്രാച്ച് ആവുകയാണെങ്കിൽ പണി കിട്ടും. അപ്പോൾ അതൊന്ന് സൂക്ഷിക്കുക നിങ്ങൾ വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ. പിന്നെ അതിനെ ശരിയാക്കാൻ കൊടുക്കണമെങ്കിൽ പിന്നെ അതിൻ്റെ സർവീസ് സെൻ്ററൊക്കെ തപ്പിയിറങ്ങണം. അതുകൊണ്ട് മാക്സിമം സൂക്ഷിച്ച് യൂസ് ചെയ്യുക. അതായത് ഒരു മൈക്രോഫൈബർ ക്ലോത്തൊക്കെ വെച്ചിട്ട് കവർ ചെയ്തിരിക്കാനും, യൂസ് ചെയ്യുന്ന സമയത്ത് സൂക്ഷിച്ച് യൂസ് ചെയ്തിട്ട് സ്ക്രാച്ച് ആവാണ്ട് നോക്കുക. പിന്നെ എങ്ങനെ സംഭവിക്കും. അത് കഴിഞ്ഞ് പിന്നെ അത് ശരിയാക്കുന്ന സമയം അത് അപ്പം നോക്കാം. 5.7K ആണ് കോഡ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് 10-30 സംതിങ് എന്തോ ആവുമെന്ന് തോന്നുന്നു ഇന്ത്യൻ മണി. ഇതിനൊരു മോണോപോഡ് പോലെ, സെൽഫി സ്റ്റിക്ക് പോലത്തെ ഇതിനൊരു സംഭവമുണ്ട്. നമ്മളത് ഇതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞെങ്കിൽ ആ സ്റ്റിക്കിന് കാണാൻ പറ്റത്തില്ല. ആ ക്യാമറയുടെ രീതി അങ്ങനെ ഒരു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് നമ്മളെ കയ്യിൽ ആ സെൽഫി സ്റ്റിക്ക് ഇരിക്കുന്നത് കാണത്തില്ല. 3D സ്പേസിൽ നിന്ന് നമ്മളെ ഡ്രോണിലൊക്കെ വീഡിയോ എടുക്കുന്ന പോലെയൊക്കെ തോന്നും. അതൊരു നല്ലൊരു സംഭവമാണ്. പിന്നെ X5ൽ അവർ പുതിയൊരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ലെൻസ് സ്ക്രാച്ചായ നമുക്ക് തന്നെ അതിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിക്ക് അതിനെ വെച്ചിട്ടുണ്ട്.
പിന്നെ എൻ്റെ വേറൊരു വലിയ സംഭവം, ക്യാമറ മാത്രം വാങ്ങിച്ചിട്ട് കാര്യമില്ല, അതിൻ്റെ കൂടെ മൗണ്ടിങ് സാധനങ്ങൾ വാങ്ങണം. കുറച്ച് കാശ് മൗണ്ടിങ് സാധനങ്ങൾക്കും കൂടെ കരുതി വെച്ചിരിക്കുക. അതായത് സെൽഫി സ്റ്റിക്ക്, ഹെൽമെറ്റിൽ വെക്കേണ്ട മൗണ്ട്, കാറിൽ വെക്കേണ്ട ഒരു മൗണ്ട് ഉണ്ട്, അത് ചെസ്റ്റ് മൗണ്ട് ഉണ്ട്, ഹെഡ് മൗണ്ട് ഉണ്ട്, പിന്നെ തൊപ്പിയിൽ നമുക്ക് മൗണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് വാങ്ങുന്ന രീതിക്ക് നിങ്ങൾ പ്ലാൻ ചെയ്തിട്ട് വാങ്ങുക. അല്ല സെൽഫി സ്റ്റിക്ക് മാത്രം മതി എന്നുണ്ടെങ്കിൽ അതങ്ങനെ, അത് നിങ്ങളെ ഇഷ്ടം. അപ്പോൾ Insta360 X3 പോസിറ്റീവ്സ് നെഗറ്റീവ്സ് പറയുകയാണെങ്കിൽ, പോസിറ്റീവ്സ് 360 ഡിഗ്രി വീഡിയോ എടുക്കാൻ പറ്റും. അതിന് ഒരു സെപ്പറേറ്റ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഉണ്ട്, അതിൽ കുറച്ച് സ്പെഷ്യൽ എഫക്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ 360 ഫുട്ടേജ് എഡിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഒരു മൊബൈൽ ആപ്പ് ഉണ്ട്, സോ മൊബൈലിലും നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഫുൾ 360 ആയതുകൊണ്ട് ആദ്യം വീഡിയോ എടുത്തിട്ട് അത് കഴിഞ്ഞ് എഡിറ്റിങ്ങിൻ്റെ സമയത്ത് നമുക്ക് എവിടെ വേണോ ക്യാമറ ആംഗിൾ സെറ്റ് ചെയ്യാൻ പറ്റും. അതൊരു നല്ലൊരു ഫീച്ചറാണ്. പിന്നെ സ്ലോ മോഷൻ ഉണ്ട്, ഹൈ ഡൈനാമിക് റേഞ്ച്, ലോഗിൽ എടുക്കണമെങ്കിൽ ലോഗ് ഫുട്ടേജ് ആയിട്ട് എടുക്കേണ്ട ഓപ്ഷൻ ഉണ്ട്, അങ്ങനെയൊക്കെ. നെഗറ്റീവ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ X3 ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ നൈറ്റൊക്കെ നമ്മളിത് പുറത്തെടുക്കുകയാണെങ്കിൽ ഫുട്ടേജ് അത്ര നന്നായിട്ട് വരത്തില്ല. പിന്നെ റീപ്ലേസബിൾ ലെൻസ് ഇല്ല. നമുക്ക് വേണമെങ്കിൽ വേറൊരു ലെൻസ് കവർ വാങ്ങിച്ചിടാം, പക്ഷേ ഞാൻ വാങ്ങിച്ചിട്ടതൊന്നും എനിക്ക് അത്ര നന്നായിട്ട് തോന്നിയിട്ടില്ല. ഇതൊരുമാതിരി മൂടൽ മഞ്ഞൊക്കെ വന്നിരിക്കുന്ന ആ ഒരു ടൈപ്പ് ഫീലിംഗ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് ഞാൻ ആ കവറിനെ എടുത്ത് മാറ്റി. പിന്നെ വേറൊരു വലിയ നെഗറ്റീവ്, ഈ 360 വീഡിയോ എടുക്കുകയാണെങ്കിൽ ഒരുപാട് സ്പേസ് എടുക്കും, അത് ശ്രദ്ധിക്കണം. പിന്നെ വേറൊരു സംഭവം, ക്യാമറ മാത്രം വെച്ചിട്ട് കാര്യമില്ല, ഇതിന് മൗണ്ടിങ്ങിനുള്ള ആക്സസറി വാങ്ങണം. നിങ്ങൾ ഇത് വാങ്ങുമ്പോൾ തന്നെ അതും കൂടെ നോക്കി ഏതൊക്കെ മൗണ്ട് വേണമെന്ന് പറഞ്ഞ് സെറ്റ് ചെയ്തിട്ട് അതുകൂടെ പിന്നെ വാങ്ങുന്നത് നന്നായിരിക്കും. മൗണ്ടിങ് എന്ന് പറയുമ്പം ഈ ആമസോണിൽ മൗണ്ടിങ്ങിൻ്റെ ബണ്ടിലുണ്ടാവും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ബണ്ടിലായിട്ട് വാങ്ങുന്നത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. Insta360 വേറൊരു നെഗറ്റീവ് പറയുകയാണെങ്കിൽ, ഇത് 360 വീഡിയോ ആയതുകൊണ്ട് വേറൊരു ഫോർമാറ്റിലാണ് റെക്കോർഡ് ആകുന്നത്. അപ്പോൾ ഇതിനെ നമ്മളൊരു ആപ്പിലിട്ടിട്ട്, ആപ്പിൽ അല്ലാന്നുണ്ടെങ്കിൽ സോഫ്റ്റ്വെയർ ഇട്ട് പിന്നെ എഡിറ്റ് ചെയ്തെടുക്കണം. അതായത് നമുക്ക് ഡയറക്റ്റായിട്ട് എടുത്ത് ചെയ്യാൻ പറ്റില്ല വീഡിയോ 360. മറ്റേതന്നെ ഓക്കെയാണ്, 360 വീഡിയോനെ നമ്മൾ പിന്നെ എഡിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ 2 പണിയാവും. പക്ഷേ നിങ്ങൾക്ക് വ്യൂവിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. പിന്നെ വേറൊരു വലിയ നെഗറ്റീവ് ഇതിനുള്ളത്, നമ്മൾ എക്സ്റ്റേണലായിട്ടൊരു ടൈപ്പ് സി മൈക്ക് കണക്ട് ചെയ്താലും വർക്കാവത്തില്ല. അതിനെന്ന് പറഞ്ഞിട്ട് ഒരു സെപ്പറേറ്റ് അഡാപ്റ്റർ ഉണ്ട്, അത് വാങ്ങണമെങ്കിൽ അത് എക്സ്ട്രാ വരും, ഒരു 2000 സംതിങ്. എനിക്ക് തോന്നുന്നു ലേറ്റസ്റ്റ് മോഡലിൽ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല എന്ന്. നിങ്ങളത് കൺഫേം ചെയ്യുന്നത് നന്നായിരിക്കും. അങ്ങനെ ഇതിൻ്റെ മൈക്ക് മൗണ്ട് വേറെ വഴിയില്ലാണ്ട് മേടിക്കേണ്ടി വന്നു. പിന്നെ X4 X5 8K ആണ്, ഇതില്ല 5.7K ആണ്. അതിൽ എനിക്ക് വലിയ വ്യത്യാസം തോന്നിയിട്ടില്ല. ഒരുപാട് എഡിറ്റിംഗ്, സൂം അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് വ്യത്യാസം തോന്നും. അഫിലിയേറ്റ് ലിങ്ക് കിട്ടിയാൽ കൊടുത്തേക്കാം. ഇതിൻ്റെ മൈക്ക് മൗണ്ട് പിന്നെ മറ്റേ മൗണ്ടിങ്ങിൻ്റെ എന്തെങ്കിലും കാണുകയാണെങ്കിൽ അതും കൊടുത്തേക്കാം. അപ്പോൾ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് DJIൻ്റെ പുതിയ 360 ക്യാമറ വന്നിട്ടുണ്ട്. നോർമലി Insta360 2 ചെറിയ സെൻസർ ഉണ്ടാവും, ഇത് ഒരു വലിയ സെൻസർ എന്നാണ് അവർ പറയുന്നത്. പിന്നെ അതിൻ്റെ ഔട്ടർ ഷേപ്പ് കുറച്ച് ഡിഫറൻ്റ് ആണ്. 8K 50 FPS വരെ അതിനെടുക്കാൻ പറ്റും. Insta360 X5 ആണെങ്കിൽ 8K 30 വരെ പറ്റത്തുള്ളൂ. ഇതൊക്കെയാണ് അതിൻ്റെ ഡിഫറൻസ്. പിന്നെ നിങ്ങളിപ്പോൾ ഒരു DJIയുടെ ഫാനാണ് അല്ലെങ്കിൽ DJIയുടെ ആളാണെങ്കിൽ DJIയുടെ 360 എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയാണ് വേണമെന്നുണ്ടെങ്കിൽ മേടിക്കാം. 360 എല്ലാം ഓൾമോസ്റ്റ് ഒരേപോലെ തന്നെയാണ്, അതുകൊണ്ട് അതിൽ വലിയ കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഏതാണ് കംഫർട്ട്, ചിലപ്പോൾ നിങ്ങൾ DJIയുടെ ആപ്പാണ് കംഫർട്ടബിൾ ആയിരിക്കും, അങ്ങനെയാണെങ്കിൽ DJI പോവുക. 360 മറ്റേ ഇൻസ്റ്റയാണ്, ഇൻസ്റ്റയിൽ പോവുക, നിങ്ങളെ ഇഷ്ടം. അപ്പം നിങ്ങൾക്കും ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഓക്കെ, എന്നാൽ വേറൊരു വീഡിയോയിൽ കാണാം.